നല്ല വായനയിലൂടെ സമൂഹത്തിലെ അന്ധകാരത്തെ അകറ്റാൻ കഴിയുമെന്ന ജില്ലാ കളക്ടർ കെ സുധീർ. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വായനയ്ക്ക് കൂടി ഉള്ളതാവണമെന്നും ജില്ലാ കളക്ടർ. ലോക വായനാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. നമ്മുടെ ഇവിടെയുള്ള അജ്ഞത ആൾക്കാർ വിവരമില്ലാത്ത ആൾക്കാരെ വിദ്യാഭ്യാസത്തിലെ ആൾക്കാരെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവന്നാൽ അറിവ് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾക്ക് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ച രാജാ രാമമോഹൻ റോയെ പോലുള്ള ആ പരമ്പരയിൽ വരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ PM പണിക്കർ. അദ്ദേഹം ചെയ്തതെന്നറിയോ? അദ്ദേഹം വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ് തുടങ്ങിയത്. അദ്ദേഹം ലൈബ്രറികൾ ആരംഭിച്ചു, ഗ്രന്ഥശാലകൾ, വായനശാലകൾ, ഗ്രാമങ്ങളിലും നാടുകളിലൊക്കെ അദ്ദേഹം ചെറിയ ലൈബ്രറികൾ ആരംഭിച്ചു. ലൈബ്രറിയുടെ പ്രത്യേകം എന്താണ്? അവിടെ പോയിട്ട് നമുക്ക് ബുക്ക് എടുക്കാം, ബുക്ക് വായിക്കാം. അപ്പോൾ അവിടെ നിന്ന് വായിക്കുമ്പോൾ പൈസ ഒന്നും കൊടുക്കണം, ഉൾപ്പെട്ട കാര്യമില്ല. ബുക്കെല്ലാം ഉണ്ടാവും, പേപ്പറൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറേ നമുക്ക് വായിക്കാൻ സാധിക്കും. അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ 50ഓളം, എനിക്ക് 50 താഴെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ചെറിയ ലൈബ്രറികൾ ആരംഭിച്ചു, വായനശാല ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം മരിക്കുമ്പോൾ അത് 6000 7000 ലൈബ്രറികളായിട്ട് കേരളത്തിൽ അങ്ങിങ്ങായിട്ട് 6000ഓളം ഗ്രന്ഥശാലകൾ ഉയരുകയും നമ്മുടെ കേരളം ഇന്ന് ആർജിച്ചിട്ടുള്ള ഏറ്റവും ലിറ്ററേറ്റ് സ്റ്റേറ്റ് എന്നുള്ള ഒരു ലേബലാണല്ലേ, ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളമെന്ന് നമ്മൾ ഈറ്റെല്ലാം കൊള്ളുമ്പോൾ അതിൻ്റെ പുറകിൽ ഇതുപോലുള്ള ചില വ്യക്തിത്വങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ എഫേർട്ടിലാണ് 90s 80s തന്നെ തുടങ്ങിയ ഏറ്റവും ലിറ്ററേറ്റ് സാക്ഷരതയുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറാനുള്ള പ്രചോദനമായത്, പ്രേരണയായത് ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടാണ്. ജില്ലാ ഇൻഫർമേഷൻ സാക്ഷരതാ കേന്ദ്രം, വിദ്യാഭ്യാസ വകുപ്പ്, PN പണിക്കർ ഫൗണ്ടേഷൻ എന്നിവ സംയുക്തമായാണ് വായനാ ദിനാചരണം സംഘടിപ്പിച്ചത്. സമൂഹത്തിൽ മാറ്റമുണ്ടാക്കിയെടുത്തിട്ടുള്ളത് വായനയും അതുവഴിയുണ്ടായ സംസ്കാരവുമാണ്. എഴുത്തുകാരിലും വായനയിലും ആസ്വാദകരിലും കാലമാറ്റത്തിന്റെ മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിലും എഴുത്തിന്റെ ലോകത്തിലെ പൂർവിക സിംഹാസനങ്ങൾക്ക് ഇളക്കം തട്ടിയിട്ടില്ല. നവമാധ്യമങ്ങൾ വഴിയുള്ള സാഹിത്യശാഖ വളർച്ച വായനയിലും പുതിയ ദിശാബോധം വരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിലെ സാംസ്കാരിക വളർച്ചയ്ക്ക് ഗ്രന്ഥശാലകൾ അനിവാര്യമാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. BEM സ്കൂൾ പ്രധാനാധ്യാപിക K സന്ധ്യാകുമാരി അധ്യക്ഷത വഹിച്ചു. തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാജീവ് പുലവർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ TS സതീഷ് കുമാർ, PN പണിക്കർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് കോമളം, ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ P സാജിദ, രമേശ്, മനോജ് സെബാസ്റ്റ്യൻ, രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.